എന്താണ് നിയമമുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കണം, ഇവിടുത്തെ കോടതി നിയമറ്റത്, ഗവൺമെന്റ് നിയമറ്റ, എല്ലാരും മാറിയിരുന്നു. എല്ലാരും കുറ്റപ്പെടുത്താണ്. ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന പോലെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്ന ആ പാവ ഉമ്മയെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ കുറ്റപ്പെടുത്താണ്. വല്ലാത്തൊരു ലോകം. ഏതെങ്കിലും പള്ളി കയറിയിട്ട് വാർപ്പങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാ പള്ളി കയറിയ വാർപ്പ് ഒറ്റ കുട്ടി പള്ളി പോണ്ടെന്നും പറയാൻ മടിക്കൂല. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് സമൂഹം അപ്പത്തണ്ട് പ്രശ്നം. നിങ്ങളാഴ്ച ഒരു പ്രസവം നടന്നു ഇവിടെ. പടച്ചോനെ, എന്തൊക്കെ സംഭവിച്ചു ഇവിടെ. ഹോസ്പിറ്റലിൽ എന്തൊക്കെ കുലുമാലി നടക്കുന്നു, എന്തൊക്കെ അക്രമങ്ങൾ നടക്കുന്നു. അത് പിന്നെ കൊല്ലാനുള്ള ലൈസൻസ് എന്നാ ചില ആൾക്കാർ ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നത്. അവിടെ ഒന്നും ഒരു തെറ്റും ചെയ്താൽ ഒരു പറച്ചിലും ഇല്ല, ചോദ്യവും ഇല്ല, എന്തു ആവാന്നുള്ള ആ സ്ഥാനത്ത് എന്താണ് നിയമമുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കണം, ഇവിടുത്തെ കോടതി നിയമറ്റത്, ഗവൺമെന്റ് നിയമറ്റ, അവരവരുടെ സൗകര്യമാണ്. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, അവരെന്താക്കണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എല്ലാരും മാറി, പേടിച്ചു. എല്ലാരും കോടതിയും പോലീസും നിയമവും കേസും ഒക്കെ പേടിച്ചു. എല്ലാരും മാറിയിരുന്നു. എല്ലാരും കുറ്റപ്പെടുത്താണ്. ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന പോലെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്ന ആ പാവ ഉമ്മയെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ കുറ്റപ്പെടുത്താണ്. വല്ലാത്തൊരു ലോകം. ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഏതിൻ്റെയും പേരിൽ കുടുങ്ങിയാൽ, ഏതെങ്കിലും പള്ളി കയറിയിട്ട് വാർപ്പങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാ പള്ളി കയറിയ വാർപ്പ് ഒറ്റ കുട്ടി പള്ളി പോണ്ടെന്നും പറയാൻ മടിക്കൂല. ഈ രൂപത്തിൽ നമ്മളെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനവന്റെ ഈമാൻ ശക്തമായി കാത്തു സൂക്ഷിച്ചാൽ അവനവന് രക്ഷപ്പെടാം. ഇനിയിപ്പോ എല്ലാരും ഒന്നും തുറന്നു പറഞ്ഞിട്ട് ആരും രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. എല്ലാരും തോന്നിവാസങ്ങളുടെ മുമ്പിൽ പലതും പൊട്ടിമുളക്കാണ്.